അല്ലെങ്കിൽ വേണ്ടാത്ത കുറിച്ചൊക്കെ എടുത്ത് തലയിൽ വെക്കുന്ന സ്വഭാവം ഫ്രെഡിക്ക് പണ്ടേ ഉള്ളതാണല്ലോ. ഒരുത്തൻ കടലിൽ ചാവാൻ കിടക്കണ കണ്ടാ കണ്ടില്ല വെച്ചിട്ട് പോരാൻ പറ്റുമോ റോസി? ജീവൻ രക്ഷിക്കുന്നൊക്കെ നല്ല കാര്യം തന്നെയാ. അതിനയാളെ വല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. അല്ലാതെ വീട്ടിലേക്ക് ചുമന്നുകൊണ്ട് വരേണ്ട വല്ല കാര്യമുണ്ടോ? അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ നമ്മൾ സമാധാനം പറയണ്ടേ? ഒന്നും സംഭവിക്കില്ലെന്നേ. ബെഞ്ചമിൻ സാഹിബ് ആള് കഞ്ചാവാണെങ്കിലും നല്ല ബെസ്റ്റ് ഡോക്ടറാണ്. വീട്ടിലാവുമ്പോ ഹോസ്പിറ്റൽ ബില്ലും പോലീസിന്റെ ശല്യവും സഹിക്കണ്ടല്ലോ. പണ്ടിതുപോലെ കൊച്ചിയിൽ ചരക്കിറക്കിയിട്ട് വരുമ്പോ പാവം തോന്നിയിട്ട് ഒരുത്തിന് കൂടെ കൂട്ടിയത് ഓർമ്മയുണ്ടല്ലോ. സ്വന്തം റെസ്റ്റോറന്റിൽ അവനെ ജോലിക്ക് നിർത്തിയതാ. അവസാനം അവന്റെ കടയാന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് അത് പൂട്ടിച്ചു. ഇപ്പൊ അവനാ ഫ്രെഡിയുടെ ഏറ്റവും വലിയ ശത്രു. ഇനി ശത്രുക്കളുടെ എണ്ണം കൂട്ടണം. എല്ലാവരും ക്ലീറ്റസിനെ പോലെ ആവില്ലല്ലോ. എന്തായാലും ശരി, ബോധം വന്നു കഴിഞ്ഞാൽ അവനോടൊന്ന് പറഞ്ഞു വിട്ടേക്കണം. അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? എന്തായാലും ബോധവും തെളിഞ്ഞോട്ടെ. കടലമ്മ? അതെ, കടലമ്മയാണ്. എനിക്കൊരു വള്ളം നിറയെ മീൻ തരുമോ? തരാലോ, എന്റെ മോനെ വള്ളം നിറയെ മീൻ തരാം. അയില വേണോ മത്തി വേണോ? രണ്ടും തരാം. ജീവനോടെ വേണോ ശവം വേണോ? ഇങ്ങോട്ട് വേണം മത്തിയുടെ മോനെ. അയ്യോ, വലയിടാതെ മീൻ കിട്ടില്ല. നീ പോയിട്ട് നാളെ വാ. അയ്യോ, കടലമ്മ ക്രിസ്ത്യാനിയാണോ? അതെ, ഇപ്പൊ ഈ ശോശാമ്മയാ കടലമ്മ. പിന്നെ ഈ മത്സ്യകനി ഞാനാ. പാല് കണ്ടില്ലേ? കാവിലമ്മേ കയ്യിന്ന് പോയ കേസാണല്ലോ. അപ്പൊ ഇത് കടലമ്മയുടെ കൊട്ടാരല്ലേ? കടലമ്മയുടെ കൊട്ടാരോ? ഇത് ഹെറോദോസിന്റെ കൊട്ടാരാ. ഉടനെ സലോമിയുടെ നൃത്തം തുടങ്ങും. യോഹന്നാന്റെ തല വെട്ടാൻ. കൂട്ടത്തിൽ നിന്റെ തലയും ഞാൻ വെട്ടും. എന്തിന്? അവൻ തലയിൽ പഞ്ഞി വെച്ച് ഇറങ്ങിയിരിക്കുക. കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ്. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. അമ്മാമേ, അവിടെ എങ്ങനെ അടങ്ങിയിരുന്നേ? പേടിക്കണ്ട, ഇതെന്റെ വീടാ. അമ്മാമയ്ക്ക് പരിചയമില്ലാത്തോണ്ടാ. ഈശ്വര, ഇതെന്ത് പാദസരാ? അയ്യോ, ചങ്ങലക്കിട്ടിരിക്കുക. നീ ഏതാ? എന്താ നിന്റെ പേര്? രാധ. രാധയോ? രാധാകൃഷ്ണൻ. കൃഷ്ണനെ എന്തിനാ അവര് ഉപദ്രവിച്ചത്? Malaika, nakupende malaika. Malaika, nakupende malaika. Nami nifanyeje kije na wenzio. Nashindwali malisi nawe ningekuwa malaika. Nashindwali malisi nawe ningekuwa malaika. Kirege kukuwaza wikirege. Kirege kukuwaza wikirege. Ningekuwa ഇനിയിപ്പോ അതൊക്കെ ഓർത്ത് വിഷമിക്കല്ല വേണ്ട. അവിടെ നിയമം പോലീസും ഒക്കെ അല്ലേ. നിന്റെ കരയിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവന്നാക്കാം. വേണ്ട, എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ അവിടെ ആരുമില്ല. ഞാൻ ശാപമാണെന്ന് പറഞ്ഞ കരയിലേക്ക് എനിക്കിനി പോണ്ട. ബെസ്റ്റ് അനുഭവിച്ചു. റോസിയുടെ ഒരു നേച്ചർ അങ്ങനെയാ. നീ ഒന്നും കേട്ട് കാര്യാക്കണ്ട. കൃഷ്ണന്റെ കാര്യം എന്താ ചെയ്യാ? പാവം, എന്തായാലും കുറച്ചു ദിവസം കൂടെ നിൽക്കട്ടെ അല്ലേ? ഇതൊക്കെ ഇങ്ങനെ തന്നെ ആയിത്തീരുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. എന്റെ പൊന്നാങ്ങളേക്ക് സഹതാപത്തിരി കൂടുതലാണല്ലോ. എന്റെ കർത്താവേ, കഷ്ടകാലം വരുമ്പോ ഇങ്ങനെയും വരൂ. അവന് മാറാൻ ഡ്രസ് എന്തെങ്കിലും കൊടുക്കണ്ടേ?
കൈ കാശുണ്ടേ രണ്ടെണ്ണം വാങ്ങിച്ചു കൊടുക്ക്. എന്റെ അടുത്ത് ഏതായാലും പൈസ ഒന്നുമില്ല. നിനക്ക് വിഷമാവില്ലെങ്കിൽ നമ്മുടെ ജോൺഫിയുടെ ഡ്രസ് അവന് കൊടുത്താലോ? കൂടപ്പുറപ്പുറത്തിനെ കടൽ കൊണ്ടുപോയപ്പോ നമ്മൾ ഒരുപാട് കരഞ്ഞല്ലേ? ആ കരച്ചില് കടല് കേട്ടുകാണും. നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് കടല് തന്നവന്. ജോൺഫിയുടെ അതേ പ്രായം, എവിടെയൊക്കെ അവന്റെ ഛായ. ഫ്രെഡിക്ക് കിറുക്ക. എനിക്ക് അങ്ങനൊന്നും തോന്നിയില്ല. ജോൺഫി നല്ല ഉശിരുള്ള ആൺകുട്ടിയായിരുന്നു. ഇയാൾ ഒരുമാതിരി ഫീമെയിൽ ബിഹേവിയറും സംസാരവും. ആ യൂസ്ലെസ്സിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടുന്ന് പറഞ്ഞു വിട് പ്ലീസ്. ഫ്രെഡി, there's a great news, buddy. വക്കീൽ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. ക്ലീറ്റസുമായിട്ടുള്ള കേസ് നമ്മൾ ജയിച്ചു. Really? ഇനി പഴയതിലും ഗംഭീരമായിട്ട് റെസ്റ്റോറന്റ് എടുത്ത് ക്ലീറ്റസിനെ നമുക്ക് ഞെട്ടിക്കണം. ഏതായാലും ഫ്രെഡിയുടെ സമയദോഷമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. Thanks. Hey, how is your food? Very nice. Bamboleo, bambolea. Motitita chova prete venida así. Bamboleo. Yeah, okay, done. Have you been? Hi. തക്ക സമയത്ത് തന്നെയാണ് നിങ്ങൾ ഹോട്ടൽ തുടങ്ങിയത്. എല്ലാ ഹോട്ടലും നല്ല കാച്ചിങ്ങ. എന്റെ ഓർമ്മയിൽ ഇതുപോലൊരു പേത്തുണ്ടായിട്ടില്ല. Really? Bah, enjoy. सोसी, आज खाना ज्यादा बनाओ. जो बनाया पूरा यही लेके आओ. Done. ഇനി അമ്മാരി നല്ല കാശായിരിക്കും. ഉള്ള വേണം തിന്നും കുടിച്ചാൽ കളയും. ടൂറിസ്റ്റുകളുടെ സീസൺ കഴിയുമ്പോഴേക്കും ബോട്ടുകാരൻ വള്ളക്കാരൻ സീസൺ. ഫ്രെഡിയുടെ ടൈം ബെസ്റ്റ് ടൈം. നീ കിച്ചണിൽ ചെന്ന് കാര്യങ്ങളൊന്നും ഉഷാറാക്കാൻ Anyone beer? Beer? Okay. സങ്കടപ്പെട്ടിരിക്കണ ഫ്രെഡി എന്നെ വഴക്ക് പറയും. സത്യം പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരും വലിയ സന്തോഷം അഭിനയിക്കുക. ഫ്രെഡി ആള് ഹൃദയമുള്ളവനാ. പക്ഷേ പെങ്ങളത്ര പോരാട്ടോ. റോസിയെ ഓ ഇത് കാണുമ്പോ കുമാരൻ എന്നെ പങ്കായത്തിനടിച്ച് ഓർമ്മ പിന്നെയും വരിക. ജൽദി കരോ സന്ദീപ്. ഈ ചെമ്മീനില് പെണ്ണുങ്ങളില്ലേ, എല്ലാത്തിനും മീശുണ്ടല്ലോ. ചത്തട്ടും കിടന്ന് ബലം പിടിക്കുക വളഞ്ഞൂത്തി. ഇത് കിള്ളിയിട്ടും തീരല്ലല്ലോ ഈശ്വര. ഡോ, തന്നോടാരാ ഈ ജോലിയൊക്കെ ചെയ്യാൻ പറഞ്ഞത്? നിങ്ങളുടെ കുടുംബത്തിൽ ജീവിക്കുമ്പോ ആ കുടുംബത്തിന് വേണ്ടി ആവുന്ന സഹായമൊക്കെ ചെയ്യണ്ടേ? മുറ്റുമടിയും തുണിയലക്കും പാത്രം കഴുകലും ഒക്കെ ഇനി ഞാൻ ചെയ്തോളാം. ഇവിടെയും ഞാൻ നല്ല കുടുംബിനിയായിരിക്കും. ഇയാൾ ആണുങ്ങൾ ചെയ്യണ ജോലി മാത്രം ചെയ്താൽ മതി. ഞങ്ങളുടെ കരയിലെ ആണുങ്ങൾ ചെയ്യണത് ചീട്ടുകളെയും വെള്ളമൊടിക്കുക. അതൊന്നും ചെയ്യാൻ എന്നെ കിട്ടില്ല. വേറെ വല്ല ജോലി ഉണ്ടെങ്കിൽ പറ, ഞാൻ ചെയ്യാം. താനൊന്ന് പുറത്തേക്ക് വന്നേ. താൻ ഈ വിറകൊക്കെ ഒന്ന് കീറിട്ടെ. എന്റെ റോസി, ഇത്രയും ഭാരപ്പെട്ട പണിക്ക് ചെയ്ത് എന്റെ നടു തളർന്നു പോവും. അതെ, പറഞ്ഞത് അങ്ങ് കേട്ടാ മതി. ഇത്രയുള്ളോ? ഒരു ലോഡ് കൂടി ഇറക്കായിരുന്നു. ഞാൻ വെറുതെ ഇരിക്കാനല്ലോ. അവിടെ ഇരിക്കു പറകെ. ശില്പ ഇതാടോ. തനിക്കിതോട് കണ്ണൂടെ? എനിക്ക് കണ്ണാണ്, പക്ഷെ വിറകിന് കണ്ണില്ലല്ലോ. ഫ്രെഡി, അവനെ ഇന്ന് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കണം. ആ ലക്ഷണം കെട്ടവനെ കൊണ്ട് ഞാൻ തോറ്റു. ലക്ഷണം കെട്ടവൻ അവനോ? അവൻ നല്ല ഐശ്വര്യമുള്ളവനടി. നീ ശ്രദ്ധിച്ചോ? അവൻ ഈ കരയിൽ വന്നതിന് ശേഷം നമുക്ക് ഐശ്വര്യം മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ കേസ് ജയിച്ചു. ഈ റെസ്റ്റോറന്റ് നമ്മുടെ സ്വന്തമായി. ഈ കരയിലുള്ള ബോട്ടുകാർക്കെല്ലാം ഇന്നേ വരെ ഇല്ലാത്ത പെയ്ത്ത. അവന്റെ കരയിൽ അവൻ ശാപാണെങ്കിൽ ഈ കരയിലെ പുണ്യമടി അവൻ. പുണ്യം. ശുദ്ധികർമ്മം നടത്തി രാധയുടെ ആത്മാവിനെ ഉച്ചാരണം ചെയ്യാൻ ഉച്ചവരെ സമയം എടുക്കുന്ന കേട്ടത്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ശവം കരക്കടിയാത്ത സ്ഥിതിക്ക് മരിച്ചു എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? വള്ളം ഇറക്കി അവൻ കടലിലേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടവരുണ്ട്. ആ വള്ളം അവനില്ലാതെ പിറ്റേ ദിവസം കരക്കടിയും ചെയ്തില്ലേ? അതിന്റെ അർത്ഥം എന്താ? അവനെ കറണ്ടുപോയി, അത്ര തന്നെ. എന്നാ പിന്നെ ബോഡി എന്താ കിട്ടാഞ്ഞേ? സ്രാവ് വിഴിക്കണം. ഇര കിട്ടാതെ വിശന്ന് കിടക്കുന്ന സ്രാവിന് കിളുന്ന് പയ്യനെ കിട്ടിയാ വെറുതെ വിടുവോ? മന വേണം നടിച്ചു കാണും. ഇനി കുറച്ചു കാലത്ത് സ്രാവ് കറി കൂട്ടാനും പറ്റൂല. ആ, എല്ലാരും കൂടി ഒരു പാവൻ ചെക്കനെ കൊന്നെടുത്തെന്ന് പറഞ്ഞാ മതിയല്ലോ. പോയപ്പോ ആർക്ക് പോയി? അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പോയി. എന്നാലെന്ത് വേണ്ട? ദിവാരനും ഭാര്യയ്ക്കും അഭിമാനിക്കല്ലോ. അവരുടെ മോൻ ഈ കരയെ രക്ഷിക്കാൻ സ്വയം കടലിലേക്ക് ഇറങ്ങിപ്പോയ മഹാനല്ലേ മഹാൻ. അവന്റെ ഒരു ഫോട്ടോ കിട്ടിയിരുന്നെങ്കിൽ ഞാനിവിടെ പൂമാലിട്ട് വെക്കും. ആ, അവനിപ്പോ പരലോകത്ത് നൃത്തം ചെയ്ത് രംഭ തിലോത്തമ്മമാരെ തോപ്പിച്ചു കാണും.
പാവം ദിവാകരായിട്ട് ആകെ തകർന്നു പോയി. രാധയുടെ ചാവടിയന്തരം വിളിക്കാൻ വീട്ടിൽ വന്നിരുന്നു. ആ കണ്ണ് നിറയുന്ന കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല. എന്റെ മോന്റെ അടിയന്തരം വിളിക്കാമെന്നാണ്. കർമ്മം ചെയ്യാൻ ഇത്തിരി ചാരം പോലും ബാക്കി വെക്കാണ്ടാണ് അവൻ പോയത്. എന്നാലും അവന്റെ പേരിൽ ഒരു പിടി ചോറെങ്കിലും കൊടുക്കണ്ടേ കരക്കാർക്ക്? അത്രയ്ക്ക് സ്നേഹിച്ചതല്ല അവര്. ശാപം കിട്ടി എന്റെ മോൻ പോയിട്ടും ഈ കടല് കനിഞ്ഞ കരക്കാരുടെയൊക്കെ പട്ടിണി മാറിയ. എന്റെ മോന്റെ കൊലച്ചോറ് നിന്നിട്ടാണെങ്കിലും അവരുടെയൊക്കെ പട്ടിണി മാറട്ടെ. വരണം, എന്റെ മോന്റെ അടിയന്തരത്തിന് എല്ലാവരും വരണം. കരക്കാര് പറഞ്ഞ കേട്ടപ്പോ ഞാനും അറിയാതെ വിശ്വസിച്ചു പോയി ദിവാര. നീ എന്നോട് പൊറുക്കണം. ഇനിയിപ്പോ തടസ്സങ്ങളൊക്കെ നീങ്ങിയല്ല. മാലുവിന്റെ കാര്യത്തില് ഒരു തീരുമാനം. അവക്കടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയില് ഏതായാലും കർക്കിടകം ഒന്ന് കഴിയട്ടെ. ഓ എന്റെ ദൈവങ്ങളെ, സമസ്ത അപരാധങ്ങളും പൊറുക്കണേ. അച്ഛന്റെ അപേക്ഷ ഇനി ഒരു ദൈവങ്ങളും കേക്കില്ല. അത്രയ്ക്ക് ദ്രോഹ എന്റെ രാധയുടെ അച്ഛൻ കാട്ടിയത്. രാധ ഈ തൊറയുടെ ശാപമല്ലെന്നും ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും ഞാൻ ഈ കരക്കാരോട് വിളിച്ച് പറയേണ്ടിരുന്നത് അച്ഛൻ രാധയെ കൊന്നുകളെന്നും പറഞ്ഞുകൊണ്ട് മാത്രം. ഞാൻ കാരണം എന്റെ രാധയ്ക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ഏതെങ്കിലും നാട്ടില് രാധ ജീവിച്ചിരിക്കണെന്ന് കേട്ടാ മതി എനിക്ക്. ഈ കരക്കാരുടെ നാവിന്നൊന്നും നീ കേൾക്കണില്ലേ? അവൻ കടലിലാട്ട് ഇറങ്ങിച്ചെന്നപ്പോ കടല് തന്നെ അവനെ അങ്ങോട്ട് കൊണ്ടുപോയി. അവന്റെ ആത്മാവിന് വേണ്ടുന്ന കർമ്മങ്ങളാ ഇപ്പൊ നടന്നത്. ഇനി അവൻ തിരിച്ചു വരികയില്ല. വരും, എന്റെ രാധ തിരിച്ചു വരും. രാധ ഒരിക്കലും കടല് കൊണ്ടുപോകില്ല. കരഞ്ഞുകൊണ്ട് കാത്തിരുന്ന കടലമ്മ കരയിലേക്ക് തിരിച്ചയക്കും. എന്റെ രാധ മരിച്ചിട്ടില്ല. മറ്റേതോ നാട്ടില് നല്ലൊരാണായി തന്നെ എന്റെ രാധ ജീവിച്ചിരിപ്പുണ്ട്. എങ്ങനെയുണ്ട്? ഇതെന്നെക്കാ ചേരുന്നത് നിനക്കാ. എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എന്ത് ഡ്രസ് ഇട്ടാലും ചേരും. അമ്മയുടെ ബ്ലൗസും മാലുവിന്റെ പെറ്റിക്കോട്ടും എന്ത് മാച്ച് എന്നറിയോ എനിക്ക്. എന്തെങ്കിലും മാന്തണത് പേനുണ്ടാവും. ഞാൻ നോക്കട്ടെ. അങ്ങോട്ട് നോക്ക. പേനിരിക്കുന്ന മുഖത്താണോ? നമ്മൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ലവ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സത്യം പറഞ്ഞ അമ്മാമനെ കണ്ടത് മുതല് എനിക്കിന്റെ മുത്തശ്ശിന് ഓർമ്മ വരിക. എവിടെ തലയിൽ പേരിന് പോലും ഒരു ഇരില്ല. അമ്മാമ്മയുടെ തലയ്ക്ക് ചൂടായതുകൊണ്ട് പേനൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. ഈശ്വരാ, ദേ കിടക്കണ മത്തങ്ങ പോലൊരു സാധനം. ചുടിച്ചോര കുടിച്ചിട്ട് മയങ്ങുക. ഇവിടെ പാടാ. പേൻ കാണണമെങ്കിൽ എൻ്റെ അമ്മയുടെ തലയില് മുടിയൊന്ന് മാറ്റിയ മതി. പേനിന്റെ ചാകരയാ ചാകര. ആ ചാകര ഞങ്ങളുടെ കടലിലുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്റെ മാലുവിനെ വിട്ട് പോരണ്ടായിരുന്നു. നിന്റെ മാലുവിനെ നിനക്ക് അത്രക്ക് ഇഷ്ടായിരുന്നു? ഇഷ്ടായിരുന്നു, ഒരുപാട് ഇഷ്ടായിരുന്നു. പക്ഷേ ഞാൻ ശാപമാണെന്ന് എല്ലാവരും പറഞ്ഞപ്പോ അവള് പോലും ഒരു വാക്ക് തീർത്ത് പറഞ്ഞില്ല. ഞാൻ കടലിലേക്ക് പോയപ്പോ കാത്തിരിക്കാന്നൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞില്ല. എല്ലാവരും വെറുത്ത കൂട്ടത്തില് അവളും എന്നെ വെറുത്തു. അതാ എനിക്ക് സങ്കടായത്. ആദത്തിന് പർദീസ നഷ്ടപ്പെടാൻ കാരണമായതും ഹവ്വ തന്നെയാ. മാലുവിന്റെ കാര്യം പറയുമ്പോ അതിന്റെ ഇടയിലേക്ക് എന്തിനാ വെറുതെ ഹവ്വയെ വലിച്ചടക്കണത്? ഓ, നീ വേറെ ജാതിയാണല്ലോ. ഞങ്ങളുടെ ഹവ്വനെ നിനക്ക് പിടിക്കില്ലല്ലോ. അമ്മമ്മ അങ്ങനെ പറയരുത്. എല്ലാ മതങ്ങളും ഒന്നാ, എല്ലാ ദൈവങ്ങളും ഒന്നാ. ഉദാഹരണത്തിന് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ക്രിസ്തു, ക്രിസ്തുവിൽ ക്രിയുണ്ട്. ഞങ്ങളുടെ കൃഷ്ണൻ, കൃഷ്ണനിലെ ക്രിയുണ്ട്. പിന്നെ മുസ്ലിങ്ങളുടെ അയ്യടാ മുക്രിയിലെ ക്രിയുണ്ട്. ഞങ്ങളുടെ കൃഷ്ണൻ കാളീനെന്ന പാമ്പിന്റെ നിറകുന്നതിൽ ചവിട്ടി. നിങ്ങളുടെ ഗീവർസുനാലും പാമ്പിന്റെ വായിൽ കോലിട്ട് കൊത്തി. കുന്തം. എന്റെ തേങ്ങാപ്പൂരാണെങ്കിലും കുത്തോണ്ട് പാമ്പിനല്ലേ. അമ്മമ്മയുടെ എനിക്കൊന്ന് പറയാനുള്ളൂ. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംസ്ഥാന സമ്മേളനം വല്ല മനസ്സിലായോ? ഇല്ല. എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മളൊന്നും വേണ്ട പോണ്ട, നമുക്ക് കടലിൽ തിരയണിരിക്കാം. താനെന്താ ഫാൻസി ഡ്രസ് കളിക്കാ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. തന്റെ ഈ മാതിരി വേഷം കിട്ടുന്ന ഇവിടെ നടക്കില്ല. ആണായാലേ ആണുങ്ങളെ പോലെ തന്നെ ജീവിക്കണം.
അല്ലാതെ രണ്ടും കെട്ട ജന്മാവരുത്. ഇവിടെ ഞങ്ങൾക്ക് അല്പം മാന്യത അന്തസ്സൊക്കെ ഉണ്ട്. അത് ഇയാളായിട്ട് കളഞ്ഞു കുളിക്കരുത്. വന്ന് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, ചട്ടയം മുണ്ടോട്ട് നടക്കണു. വൃത്തികേട്ടാ. റോസിക്ക് എന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. റോസിക്ക് അറിയാമോ, അമ്മമ്മ നിർബന്ധിച്ചുകൊണ്ട് മാത്രാ ഞാൻ ഈ ചട്ടം കൊണ്ടെടുത്ത് കൊടുത്തത്. ഭ്രാന്തുള്ളൊരു സ്ത്രീക്ക് അല്പം സന്തോഷം കൊടുത്തത് ഇത്ര വലിയ തെറ്റായി പോയോ? അമ്മമ്മ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഭ്രാന്ത് കൂടി അത് ഹാർട്ട് അറ്റാക്കായി കരളിനെ ബാധിച്ചാൽ? അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിട്ടിട്ട് പീഡിപ്പിക്കല്ലേ. എന്നോടിങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ജോൺഫിയുടെ ഡ്രസ്സ് എടുത്തതിനെ ഫ്രണ്ടി പറഞ്ഞിട്ട് റോസ് എനിക്ക് തന്നോ? എന്നെ ഒരു ബ്രദറായിട്ട് കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഒരു സിസ്റ്ററായിട്ട് കണ്ടൂടെ? അതെങ്ങനെയാ? ഞാനൊരു അനാഥയാണല്ലോ, ആർക്ക് വേണമെങ്കിലും എന്നിട്ട് തട്ടി കളിക്കാം. ഇനി എന്നെ കുത്തുവാക്ക് പറഞ്ഞ റോസ് ദ്രോഹിക്കുകയാണെങ്കിൽ എല്ലാത്തിനും കാരണക്കാരി റോസി അത് ഞാൻ എഴുതി വെച്ചിട്ട് ഞാൻ വല്ല കടുകയും ചെയ്യും. നോക്കിക്കോ. ഇയാള് കരയണ്ട, ഇനി ഞാനൊന്നും പറയില്ല. ഒന്നുമില്ല, പറ്റിച്ചതാ.